യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 158 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇസഹാക്കിൻ ദൈവം സങ്കേതം, അബ്രഹാമിൻ ദൈവം എന്നഭയം, ഇസഹാക്കിൻ ദൈവം സങ്കേതം. സ്തുതികളിന്മേൽ വാഴുന്നോനെ, അത്ഭുതങ്ങൾ ചെയ്യുന്നോനെ, ആരാധ്യനാമമേ, അലിവിന്നുറവിടമേ, ആരാധ്യനാമമേ, നാം ഈ ദിവസങ്ങളിൽ ന്യായാധിപന്മാരെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ന്യായാധിപതി ദെബോര ആയിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ദെബോരയെ പറ്റി വചനത്തിലൂടെ പഠിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ചില ദിവസങ്ങളെ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചു കൊള്ളുന്നു. അവർക്കെതിരായ ഒരു ശക്തനായ സേനാനായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സീസർ എന്നായിരുന്നു. അദ്ദേഹം വലിയ പേരെടുത്തൊരു വ്യക്തിയായിരുന്നു. അവർ ഇസ്രായേലിനെ വളരെ അധികം ആക്രമിച്ചു, ഒരുപാട് നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാക്കി. 900 ഇരുമ്പ് രഥങ്ങളുമായി ആ കാലത്തെ എന്ന് പറഞ്ഞാൽ BC 620 സംഭവമാണ്. ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 2645 വർഷം മുമ്പെയുള്ള ചരിത്ര സംഭവമാണ്. ആ രാജ്യത്തിന് ഇത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇരുമ്പ് രഥങ്ങളുമായി ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ഒരു സ്ത്രീ ആയിരുന്നു ന്യായാധിപതിയായിട്ട് അവയെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ സങ്കീർത്തനം 20:7 വായിക്കുമ്പോൾ ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലം അതാണ്. ലോകത്തിൻ്റെ ശക്തിയേക്കാൾ അപ്പുറം ദൈവമക്കളുടെ ആരാധന ഏറ്റവും പവറാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 3 വരെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ദെബോര എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി, ദൈവത്തോടെ പ്രാർത്ഥിക്കുകയും ദൈവം അതത് സാഹചര്യങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള കൃപകൾ ദൈവം നൽകിക്കൊണ്ടിരുന്നു. സീസർ 10,000 പേരെ അടങ്ങിയതായ ഒരു വലിയ സംഘം ഇതാ കടന്നു വരുന്നു. നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബാരാക്കിന്റെ നേതൃത്വത്തില് സീസറിന്റെ സൈന്യത്തെ തകർക്കുമെന്നൊരാലോചന ബാരാക്കിനെ ദബോരിൽ ലഭിച്ചു. ആ ആലോചന നിമിത്തം നേരെ 10,000 ആളുകളുമായിട്ട് താബോർ മലയ്ക്കടുത്തുള്ളതായ സമതലത്തിലേക്ക് പുറപ്പെട്ടു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ആലോചന പ്രകാരമാണ്. ഇതിനകത്ത് നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഏതു കാലത്തും ഇന്നുവരെ ദൈവജനത്തിനോട് എതിരെ വന്ന ഒരുവനും അവൻ ജയിച്ച സംഭവമില്ല. പ്രാരംഭത്തിലൊക്കെ ജയമാണെന്ന് പറഞ്ഞാലും അവസാനം നോക്കിയാൽ, ചരിത്രം നോക്കിയാൽ മുഴുവൻ പരാജയപ്പെട്ടത് മാത്രമല്ല, അവരുടെ തലമുറയില്ല, അവരുടെ അഡ്രസ്സുമില്ല എന്നുള്ള കാര്യം ദൈവജനങ്ങൾ ഓർത്തുകൊള്ളുക.
ശത്രു ഒരിക്കലും ദൈവമക്കളെ പരാജയപ്പെടുത്തുകയില്ല എന്ന് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. ബാരാക്കിന്റെ സഹായത്തോടെ ഇതാ ശക്തനായ സീസറുടെ മേൽ ചാടി വീണു. അത്ഭുതകരമായ ഒരു വിജയമാണ് ദെബോരയ്ക്ക് ലഭിച്ചത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു ദിനമായി തീർന്നു. കാരണം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നവരെ ആവശ്യമാണെന്ന് ഞാൻ കൂടെ പറയാറുണ്ട്. നമ്മുടെ പ്രാർത്ഥന നമ്മൾ കുറയുമ്പോൾ നമുക്ക് പരാജയങ്ങൾ വരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജയമുണ്ടാകും. അതുകൊണ്ട് ദെബോരെ പോലെ പ്രാർത്ഥിക്കുന്നവരെ തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദെബോര 40 വർഷം ന്യായപാലനം ചെയ്തു. ദെബോരയുടെ കാലയളവിൽ പിന്നെ ഒരു പ്രശ്നമോ ഒരു പരാജയമോ ഉണ്ടായില്ല. കാരണം ഭക്തിയുള്ള സ്ത്രീയെ ദൈവം തെരഞ്ഞെടുത്തു. നമുക്കൊത്തിരി ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ അല്ലാതെ വേറെ ഒരു ശക്തനായ ഒരു പുരുഷനെ തെരഞ്ഞെടുക്കുവാനായിട്ട് നടന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചേക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടത് നമുക്ക് അധികം അന്വേഷിച്ചാൽ അത് നമുക്ക് അതിനുണ്ടായ ഫലം നമുക്ക് ലഭ്യമാകിയല്ല. നമ്മൾ അത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. പഴയ നിയമത്തെ പ്രവാചകന്മാർ അവരേതു വ്യക്തിയുടെയും പാപത്തെ വിരല് ചൂണ്ടുമായിരുന്നു. കാരണം അവർക്ക് ഭയമില്ല. ദൈവം പറഞ്ഞത് അവർ വിളിച്ചു പറയുമായിരുന്നു. പാപം എന്ന് ധൈര്യമായി വിളിച്ചു പറയുമായിരുന്നു. പ്രവാചകന്മാർ രാജാവിൻ്റെ പോലും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ അരുളപ്പാട് പഴയ നിയമകാലത്തെ വിളിച്ചു പറയുന്നത് കൊണ്ട് അവർക്ക് കുറ്റബോധം ഉണ്ടാകുവാനും ക്ഷമാപണം നടത്തുവാനൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ജയിക്കാനിടയായി തീർന്നു. പുതിയ നിയമത്തിൻ്റെ ആരംഭം മുതൽ പെന്തക്കോസ്തിനകത്തെ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർ ശക്തന്മാരായിരുന്ന ആളായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന ജനത്തോടെ വിളിച്ചു പറയുന്നവരായിരുന്നു. നമ്മുടെ പുതിയ നിയമ ശുശ്രൂഷയിലെ അപ്പോസ്തോലൻ കഴിഞ്ഞാൽ അടുത്തുള്ള ശുശ്രൂഷകനാണ് പ്രവാചകൻ. നമ്മുടെ സഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപാവരങ്ങളും നമ്മൾ ഒരുമിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ജയമുണ്ടാകും. ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി ദെബോര എന്ന ന്യായാധിപതിയുടെ ആ വിഷയം ഇവിടെ അവസാനിക്കുന്നു. തുടർന്നും നമുക്ക് അടുത്ത ന്യായാധിപനെ പറ്റി പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഭാരതത്തിൽ ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഏറ്റവും വിജയകരമാണ്. ഭാരതം ഒരു വലിയ ഉണർവ് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിൽ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.